ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന്റെ നാലാമത്തെ ഒരു മൊഡ്യൂളിന്റെ ഡിസ്കഷനാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷനിലൂടെ ഡീൽ ചെയ്യുന്നത്. ഈ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് കോഴ്സ് ഔട്ട്കം ഫോറിൽ നമുക്ക് നിലവിൽ നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും ഹൈഡ്രോളിക് മെഷീൻസ് ആണ് അല്ലെ, അതായത് പമ്പുകളെ കുറിച്ചാണ് നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പൊ പമ്പുകൾ ഏതൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതുപോലെ അതിന്റെ എഫിഷ്യൻസീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു എന്താ പറയാ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡിഫറെന്റ് പമ്പ്സിനെ പറ്റിയിട്ട് അതിൽ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് മുതലായ പ്രധാനപ്പെട്ട രണ്ട് പമ്പുകളാണ് ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ടോട്ടലി പഠിക്കാനുള്ളത്. അത് കൂടാതെ ഇതിന്റെ ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസീസ്, ഇപ്പോൾ നമ്മൾ ഓരോ പമ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഹെഡുകൾ ഏതൊക്കെയാണ്, അതിന്റെ എഫിഷ്യൻസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന ചെറിയൊരു അത്ര തന്നെ ഇപ്പൊ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അത്ര തന്നെ ഡീപ്നെസ് ഇല്ലാതെ പഠിക്കുന്ന ചില പമ്പ്സ് ആണ് എയർ ലിഫ്റ്റ് പമ്പ്, ജെറ്റ് പമ്പ്, പ്രൊപ്പല്ലർ പമ്പ് അടക്കമുള്ള ചില സ്പെഷ്യൽ പമ്പ്സ്. അപ്പോൾ പ്രൊപ്പല്ലർ പമ്പ് ആവട്ടെ, ജെറ്റ് പമ്പ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പും വളരെ ഡീപ്പായി തന്നെ നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിച്ചു പോകും. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വൺ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ ബാക്കിയുള്ള പമ്പ്സിനെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും മിനിമം ഒരു 10 മാർക്കെങ്കിലും നമുക്ക് പല രീതിയിലായിട്ട് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സ് ഔട്ട്കം ഫോറിൽ നമ്മൾ പമ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന ധാരണ ഉണ്ടാക്കുക. അതിൽ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പുമാണ് പ്രധാനപ്പെട്ട രണ്ട് പമ്പുകളായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതും ഒരു ധാരണയിൽ വെക്കാം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാവുന്ന അല്ലെങ്കിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെ. അപ്പൊ ആ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ഫിഗർ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗർ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പൈപ്പുകളാണ്. ആ ഒരു കാര്യം അവിടെ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡെലിവറി പൈപ്പും ഒരു സക്ഷൻ പൈപ്പും. ഓക്കെ, അപ്പോൾ സക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്ന ഈ പൈപ്പിനെ സക്ഷൻ പൈപ്പ് എന്നും, അതേപോലെ ഡിസ്ചാർജ് അഥവാ ഡെലിവറി നടക്കുന്ന ഈ ഒരു പൈപ്പിനെ ഡെലിവറി പൈപ്പ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. ഈ സക്ഷൻ പൈപ്പിന്റെ ഫസ്റ്റ് എൻഡിലായിട്ട് എന്തുണ്ട്, ഫൂട്ട് വാൽവ് ആൻഡ് സ്ട്രെയിനർ എന്നൊരു പോർഷൻ അല്ലെ, ഫൂട്ട് വാൽവ് എന്നുള്ള പോർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സക്ഷൻ പൈപ്പിലുള്ള വാൽവ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് സക്ഷൻ പൈപ്പിലുള്ള വാൽവ് ഫൂട്ട് വാൽവ് ആണ്. ഓക്കെ, അതുപോലെ ഈ സക്ഷൻ പൈപ്പിൽ നിന്നും ഇപ്പൊ നേരിട്ടിട്ട് ഈ വാട്ടർ വന്ന് കയറുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേസിങ്ങിനകത്തേക്കാണ് കയറുന്നത്. ഈ കേസിങ്ങിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് ആണ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. അതായത് അത് ഹാർട്ട് ഓഫ് ദ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഇമ്പല്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഇമ്പല്ലറിന്റെ മൂവ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഇമ്പല്ലറിന്റെ വർക്കിങ്ങിനനുസരിച്ച് ആ പമ്പിന്റെ പവറും എഫിഷ്യൻസി ഒക്കെ മാറ്റം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പല്ലർ ആണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കോർ ആയിട്ടുള്ള ഒരു ഭാഗം. ആ ഇമ്പല്ലർ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഭാഗം അതിന്റെ കേസിംഗ് ആണ്. അപ്പോ ഈ ഒരു ഇമ്പല്ലറിന്റെ അകത്ത് കൂടെ വന്ന ഇമ്പല്ലറിനകത്ത് തട്ടിത്തെറിച്ച് സ്പ്ലാഷ് ചെയ്ത് വെള്ളം ഈ കേസിങ്ങിനകത്ത് കൂടെയാണ് എടുത്തേക്ക് പോകുന്നത്, ഡെലിവറി പൈപ്പിനകത്തേക്ക് പോകുന്നത്. ഈ ഡെലിവറി പൈപ്പിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡെലിവറി വാൽവ് നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡെലിവറി വാൽവിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഡെലിവറി പൈപ്പിനകത്ത്, ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണെങ്കിലേ ഈ ഒരു വാട്ടർ കംപ്ലീറ്റ് എന്തായി പോകുന്നുള്ളൂ, ഡെലിവറി പൈപ്പിനകത്തേക്ക് എൻ്റർ ആവുന്നുള്ളൂ. അതല്ല എങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെലിവറി വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് തന്നെയാണ്. അപ്പോൾ ഈ പമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. വർക്കിംഗ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഇപ്പൊ നമ്മളൊരു മോട്ടറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ മോട്ടറുമായി കപ്പിൾ ചെയ്ത് വെച്ച രീതിയിലാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഐ ഓഫ് ദ പമ്പ്, അതായത് ഇതിന്റെ ഈ ഒരു മോട്ടോർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയും അത് കാരണം ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പൊ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കേസിങ്ങിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ഫോം ചെയ്യുക, അതായത് ഒരു വാക്വം ഫോം ചെയ്യുകയും ഈ നെഗറ്റീവ് പ്രഷർ ആണ് ആക്ച്വലി നമ്മുടെ ഈ സമ്പിൽ നിന്ന്, അതായത് നമ്മുടെ ഈ റിസർവോയറിൽ നിന്ന് വാട്ടറിനെ എന്ത് ചെയ്യുന്നത്, സക്ഷൻ ചെയ്ത് എടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഇമ്പല്ലറിന്റെ റൊട്ടേഷൻ കാരണം ഇവിടെ ഒരു സക്ഷൻ നടക്കുകയും ആ സക്ഷനിലൂടെ വന്നിട്ടുള്ള വാട്ടർ ആണ് കേസിങ്ങിനകത്ത് തട്ടി സ്പ്ലാഷ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ആയിട്ട് എവിടത്തേക്ക് പോകുന്നത്, ഈ ഒരു ഡെലിവറി പൈപ്പിനകത്തേക്ക് പോകുന്നത്. ഈ കേസിംഗ് നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ കുറവാണ് അല്ലെ, കയറി വരുന്ന ഭാഗത്ത്. എന്നാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രഷർ റിഡക്ഷന്റെ ഭാഗമായിട്ട് അതിന്റെ വെലോസിറ്റി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ കാര്യങ്ങളിൽ എന്ത് വരുത്തിയിട്ടുള്ളത്, മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കാൽക്കുലേഷന്റെ സൈഡിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നതാണ് നമ്മുടെ ഈ സമ്പ് അഥവാ ഈ റിസർവോയറിൽ നിന്നും ഐ ഓഫ് ദ പമ്പ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ മോട്ടറിന്റെ ആ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ പമ്പിന്റെ ആ ഷാഫ്റ്റിന്റെ സെന്റർ പോയിന്റ് അല്ലെ, അത് മുതൽ നമ്മുടെ സമ്പ് വരെയുള്ളതിന്റെ ആ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനാണ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ആണ് അല്ലെങ്കിൽ ഡെലിവറി ആണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ എച്ച് ഡി അഥവാ ഡെലിവറി ഹെഡ് ഓർ ഡിസ്ചാർജ് ഹെഡ് എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഇതിന്റെ ടോട്ടൽ ഹെഡിനെ പരിഗണിക്കേണ്ടുന്നത് സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് കൂട്ടുമ്പോഴാണ് അതിന്റെ ടോട്ടൽ ഹെഡ് എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ, ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നീറ്റ് ആയിട്ട് എന്ത് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേസിംഗ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരം കേസിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 തരം കേസിംഗ് ആണ്: വൊലൂട്ട് കേസിംഗ്, വോർട്ടെക്സ് കേസിംഗ് ആൻഡ് ദ കേസിംഗ് വിത്ത് ഗൈഡഡ് ബ്ലേഡ്സ്. അപ്പോൾ വൊലൂട്ട് കേസിംഗ് ഉണ്ട്, വോർട്ടെക്സ് കേസിംഗ് ഉണ്ട്, കേസിംഗ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ വൊലൂട്ട് കേസിംഗിന്റെ കേസാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്, ഇവിടുന്ന് കൂടി വന്നിട്ടാണ് ഗ്രാജുവലി കൂടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഡെലിവറി പൈപ്പിനകത്തേക്ക് എൻ്റർ ആവുന്നത്. നേരെ മറിച്ച് വോർട്ടെക്സ് കേസിംഗിന്റെ കേസ് വരുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് അത് വൊലൂട്ട് കേസിംഗ് ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ അതിനകത്ത് വോർട്ടെക്സ് ചേംബർ എന്ന് പറഞ്ഞ ചേംബർ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇമ്പല്ലറിന് പുറമെ എന്തുണ്ട്, ഒരു വോർട്ടെക്സ് ചേംബർ കൂടെ ഉള്ള കേസിങ്ങിനെയാണ് നമ്മൾ വോർട്ടെക്സ് കേസിംഗ് എന്ന് പറയുന്നത്. അപ്പോ എഡ്ഡീസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫോം ചെയ്യുന്ന എഡ്ഡി സംഭവങ്ങളൊക്കെ നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വോർട്ടെക്സ് കേസിംഗ് പോലുള്ള കേസിംഗ്സ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വോർട്ടെക്സ് കേസിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ഡീസും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഒരു കേസിംഗ് എന്ന് പറഞ്ഞാൽ കേസിംഗ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് ആണ്. അപ്പൊ ആ ഗൈഡ് ബ്ലേഡ്സിന്റെ ഹെൽപ്പോട് കൂടിയുള്ള കേസിങ്ങിനാണ് കേസിംഗ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ്. അപ്പൊ നമ്മൾ ആ ഫിഗർ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൊലൂട്ട് കേസിംഗിൽ ഒരു ഇമ്പല്ലറും നേരെ കേസിംഗ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ വോർട്ടെക്സ് കേസിംഗ് വന്ന സമയത്തായപ്പോഴേക്കും ഒരു വോർട്ടെക്സ് ചാമ്പർ ഉണ്ട്, അതിന്റെ പുറമെയാണ് കേസിംഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഈ കേസിംഗ് വിത്ത് ഗൈഡഡ് ബ്ലേഡ്സ് വരുന്ന സമയത്ത് എന്താണ്, അതിൽ ഇമ്പല്ലറിന്റെ പുറമെ ഗൈഡഡ് വെയിൻസ് ആണ് ആക്ച്വലി കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഗൈഡഡ് വെയിൻസിന്റെ ഹെൽപ്പോട് കൂടി അത് ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഒരു ഫ്ലോ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഫിഗർ നീറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനും ഒരു 1-2 പോയിന്റ് വെച്ച് ഓരോന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ദെൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് നേരത്തെ ഫസ്റ്റ് പഠിക്കണ്ടായി. ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ച സമയത്ത് നമ്മൾ എന്താ പറയാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആക്ഷൻ കൊണ്ടാണ് ആ ഒരു വർക്കിംഗ് അവിടെ നടക്കുന്നത് അല്ലെ. ആ ഒരു ഹൈഡ്രോളിക് എനർജി അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിക്വിഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പേര് വന്നിരിക്കുന്നതും സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു എഞ്ചിനെ നോക്കി കാണുന്ന പോലെ, അതായത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ള ഒരു പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ പമ്പിന് പേര് വരാൻ കാരണവും ഒരു റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനിലൂടെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ, ഒരു മുന്നോട്ടും പിന്നോട്ടും ആയിട്ടുള്ള ഒരു ചലനമാണ് ആക്ച്വലി ഈ പിസ്റ്റണിന് സിലിണ്ടറിനകത്ത് നടക്കുന്നത്. അപ്പൊ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിനകത്ത് വർക്കിംഗ് നടക്കുന്നത് മനസ്സിലായി. ഇതിലുള്ളൊരു മാറ്റം സെൻട്രിഫ്യൂഗലിനെ സംബന്ധിച്ച് ഇതിലുള്ള മാറ്റം, ഇതിനകത്ത് ഇമ്പല്ലർ അല്ല പകരം ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. പോരാത്തതിന് സക്ഷൻ വാൽവ് എന്നൊരു വാൽവ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ എന്താണ്, ഒരു ഫൂട്ട് വാൽവ് ആണ് അല്ലെ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇതിനകത്ത് ഒരു സക്ഷൻ വാൽവും ഒരു ഡെലിവറി വാൽവും ഉണ്ട്.
സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും ഉണ്ട്. അപ്പോൾ സക്ഷൻ പൈപ്പിനകത്തുള്ള വാൽവിന് സക്ഷൻ വാൽവ് എന്നും ഡെലിവറി പൈപ്പിനകത്തുള്ള വാൽവിന് ഡെലിവറി വാൽവ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിണ്ടറിന്റെ സെന്റർ പോയിന്റ് കണക്കാക്കിയിട്ടാണ് സക്ഷൻ ഹെഡ് നമ്മൾ പരിഗണിക്കുന്നത്. അതുപോലെ ആ ഒരു സിലിണ്ടറിന്റെ ഹെഡ് സെന്ററിൽ നിന്നും അതിന്റെ ടോപ്പ് ഡെലിവറി ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡെലിവറി ഹെഡ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് എഴുതി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ വർക്കിംഗ് മൂവ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പിസ്റ്റന്റെ കേസിൽ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ഫോം ചെയ്യും, അഥവാ വാക്വം ഫോം ചെയ്യുകയും അത് കാരണം ഈ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യാണ് നമ്മുടെ ഈ സക്ഷൻ വാൽവ് വഴി സക്ഷൻ പൈപ്പിനകത്ത് കൂടെ നേരെ സിലിണ്ടറിനകത്ത് വന്ന് ഫിൽ ആവും. ഈ സിലിണ്ടറിനകത്ത് ഫിൽ ആയി കഴിഞ്ഞാൽ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ എത്തിയ പിന്നെ എന്തേ ഓപ്ഷൻ ഉള്ളൂ, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനാണ്. ഈ പിസ്റ്റൺ റൈറ്റ് ടു ലെഫ്റ്റ് വരുന്ന സമയത്ത് ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആവുകയും അഥവാ ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും സക്ഷൻ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഡെലിവറി വാൽവിനകത്ത് കൂടെ ഈ സിലിണ്ടറിനകത്ത് ഫിൽ ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യാണ് പുറമേക്ക് ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി അറ്റ് എ ടൈം ഒരു സക്ഷനും അത് കഴിഞ്ഞ് സക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു ഡെലിവറിയാണ് നടക്കുന്നത്. അതുകൊണ്ടും തന്നെ ഇതിനകത്ത് ഉണ്ടാവുന്നത് ഒരു പൾസേറ്റിംഗ് ഫ്ലോ ആണ്, ഒരിക്കലും കണ്ടിന്യൂസ് ഫ്ലോ അല്ല ഇതിനകത്ത് ക്രിയേറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം അത് തന്നെയാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കേസിൽ ഇതിൽ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു പൾസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് വരുന്നത്. എന്നാൽ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ കണ്ടിന്യൂസ് ഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവ തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് എഴുതി പിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു സക്ഷൻ എടുക്കുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്ന പ്രകാരം അല്ലെ, കംപ്രസ് ചെയ്യുന്ന പോലെയാണ് അതിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. അപ്പൊ രണ്ട് സ്ട്രോക്ക് ആയിട്ടാണ് ഇതിനകത്ത് വർക്കിംഗ് നടക്കുന്നത്, സക്ഷൻ ആൻഡ് ഡെലിവറി അല്ലെങ്കിൽ ഡിസ്ചാർജ്. അപ്പൊ ഈ സക്ഷൻ എടുക്കുന്നു, ഫുള്ള് സിലിണ്ടർ നിറയുന്നു, ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. അപ്പൊ ഈ ഒരു ടൈം ലാഗ് ആണ് അവിടെ ആക്ച്വലി ഒരു പൾസേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പൾസേറ്റിംഗ് ഫ്ലോ പമ്പ് എന്നൊക്കെ ഇതിനെ നോർമലി പറയാറുണ്ട് എന്ന് മാത്രം. റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രോബ്ലം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളെ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ തിയററ്റിക്കൽ ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, സ്ലിപ്പ്, പെർസെന്റേജ് സ്ലിപ്പ്, പവർ റിക്വയർഡ്. അപ്പോ ഈ 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? തിയററ്റിക്കൽ ഡിസ്ചാർജ്. തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് മനസ്സിലാക്കുക. QTH എന്ന് പറഞ്ഞാൽ LAN/16. നമ്മളെപ്പോഴും ഞാൻ വാല്യൂസ് ഒക്കെ നിലവിൽ ഈ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് കാണുന്നുണ്ട് സെൻട്രിഫ്യൂഗൽ പമ്പാണ്, സോറി റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ആ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് റണ്ണിങ് ആവുന്നത് 50 RPM-ലാണെന്ന് കണ്ടു. അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്നത്, അതായത് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ എന്നുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ സ്ട്രോക്ക് ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ HS ആൻഡ് HD, അതായത് സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ്, സ്ലിപ്പ്, പെർസെന്റേജ് സ്ലിപ്പ്, പവർ റിക്വയർഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഗിവൺ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി. തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QTH is equal to LAN/60 എന്നുള്ളതാണ്. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 300 mm ആണെന്നുള്ളത്. അതിന് മീറ്ററിലേക്ക് ആക്കി എഴുതാം. A എന്ന് പറഞ്ഞാൽ പിസ്റ്റന്റെ ഏരിയ. അപ്പോൾ അതായത് പിസ്റ്റന്റെ ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്, ഓർ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 50 RPM ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ നേരിട്ട് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം തന്നെ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. അപ്പൊ ആക്ച്വൽ ബൈ തിയററ്റിക്കൽ ചെയ്താൽ കിട്ടുന്നതാണ് CD അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. അപ്പൊ ആക്ച്വൽ എത്രയാണ്? ആക്ച്വൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു വാല്യൂ 0.00736. അതേ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എത്രയാണ്? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.00785 എന്നുള്ള വാല്യൂ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ CD അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ദെൻ
അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചുള്ളത് സ്ലിപ്പ് കണ്ടുപിടിക്കാനാണ്. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. അപ്പൊ ആക്ച്വലും തിയററ്റിക്കലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ച്വൽ എന്ന് പറയുന്നത് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ QTH എന്ന് പറഞ്ഞതിന്റെ വാല്യൂ നമുക്കിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്ലിപ്പ് എന്ന സംഭവം കിട്ടും. ഇപ്പോൾ സ്ലിപ്പ് നമുക്ക് ഒരു 0.0049 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി പേഴ്സൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു 100 ആണ്. അപ്പൊ സ്ലിപ്പാണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞത് QTH മൈനസ് Q ആക്ച്വൽ പറഞ്ഞത്. അതേ ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ചെയ്തു, എന്നിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേഴ്സൻറ്റേജിലാണ് എന്നുള്ള പേഴ്സൻറ്റേജ് സ്ലിപ്പ് കിട്ടും. ദെൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അതിലുണ്ടായിരുന്നത് തിയററ്റിക്കൽ പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ ആക്ടിംഗ് പമ്പ്. അപ്പൊ ഈ തിയററ്റിക്കൽ പവർ എത്രയാണ് കണ്ടുപിടിക്കാൻ, പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താണ്, W ഇൻറ്റു Q ഇൻറ്റു HS പ്ലസ് HD. അപ്പൊ W എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി ആണ്. വെയിറ്റ് ഡെൻസിറ്റി എത്രയാണ്, വാട്ടറിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഡെൻസിറ്റി നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം. റോ ഇൻറ്റു G ചെയ്താൽ മതി അല്ലെ. അപ്പൊ റോ ഇൻറ്റു G എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്, G എന്ന് പറഞ്ഞാൽ 9.81 ആണ്. ഓക്കെ, ആ ഒരു വാല്യൂ നമുക്ക് ഓൾറെഡി Q തിയററ്റിക്കലി കിട്ടിയിട്ടുണ്ട്. ആ Q തിയററ്റിക്കലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ 9.81 എന്നുള്ള ആ സംഭവം അതേപോലെ ഈ Qന്റെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം എന്ത് വേണം, HS പ്ലസ് HD ആഡ് ചെയ്യണം. HS എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് ആണ്. അപ്പൊ സക്ഷൻ ഹെഡ് എത്രയാണ്, സക്ഷൻ ഹെഡ് 3.5 ആണ്, ഡെലിവറി ഹെഡ് 11.5 ആണ്. അപ്പൊ ടോട്ടലി വാല്യൂ നമുക്ക് ഇത്രയും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു 1000 നമുക്ക് മാഞ്ഞു പോയത്. കാരണം ഈ റോ എന്ന് പറയുന്നത് 1000 ആണ്, അതേപോലെ G എന്ന റോ G, ഡബ്ല്യൂന്റെ റോ G എന്നുള്ളതിൽ ഈ 1000ഉം അതുപോലെ കിലോ വാട്ടിലാക്കാനുള്ള 1000 തമ്മിൽ വെട്ടിപ്പോയത് കൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, വാട്ടിലായിരിക്കും നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നതിനെ കിലോ വാട്ടിലേക്ക് ആക്കിയിട്ട് എഴുതുക. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിന്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് പമ്പുകളെ പറ്റിയിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നാലാമത്തെ ഒരു മൊഡ്യൂളില് സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോഗേറ്റിംഗ് പമ്പും കൂടാതെ ജെറ്റ് പമ്പ് ആയിട്ടും എയർലിഫ്റ്റ് പമ്പ് ആയിട്ടും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പമ്പ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പമ്പുകളിലൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല, പകരം ഒരെണ്ണത്തിന് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പൊ എയർലിഫ്റ്റ് പമ്പ് നമ്മൾ ഈ സാധാരണ ഈ ബോർവെല്ലുകളിലോ അതല്ലെങ്കിൽ മറ്റ് അത്യാവശ്യം വരുന്ന രീതിയിൽ, അതായത് ഡീപ്പായിട്ട് വരുന്ന വെല്ലുകളിലൊക്കെ കിണറുകളിലൊക്കെയാണ് നമ്മൾ എയർലിഫ്റ്റ് പമ്പ് വെക്കാറുള്ളത്. അപ്പൊ എന്താണ് സംഭവം, ആൻ എയർലിഫ്റ്റ് പമ്പ് ഈസ് ആൻ സിമ്പിൾ പമ്പിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് വാട്ടർ ഡീപ്പ് വെൽ. അപ്പോ ഒരുപാട് ആഴം കൂടിയ കിണറുകളിൽ നിന്നൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ എയർലിഫ്റ്റ് പമ്പുകൾ അതിനകത്ത് പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ബൈ യൂട്ടിലൈസിങ് ദ കംപ്രസ്ഡ് എയർ. അപ്പൊ ഒരു കംപ്രസ്ഡ് എയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ആക്ച്വലി ഈ പമ്പ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു എയർ കംപ്രസർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എയറിനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ലൈനിങ്ങിലേക്ക് പാസ് അയച്ചു വിടുന്നത്. ആ കംപ്രസ്ഡ് എയർ ചെല്ലുന്നത് അതിനേക്കാൾ ഡയമീറ്റർ കൂടിയ ഒരു പൈപ്പിനകത്തേക്കാണ്. എയറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വാട്ടറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഡയമീറ്റർ കൂടിയ ഒരു പൈപ്പിനകത്തേക്കാണ്. ഈ കംപ്രസ്ഡ് എയറിന്റെ മോഷൻ കാരണം ഈ വാട്ടർ എന്ത് ചെയ്യാണ്, ഈ ഡയമീറ്റർ കൂടിയ പൈപ്പിനകത്ത് കൂടെ കയറി എയറിന്റെ കൂടെ ഒരു വാട്ടർ എയർ മിക്സ്ചർ ആണ് ആക്ച്വലി ഈ ഡെലിവറി പൈപ്പിനകത്ത് കൂടെ എൻ്റർ ആവുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആക്ച്വലി എയർ ആണ് സപ്ലൈ ചെയ്ത് കൊടുത്തത്. അത് ഈ വാട്ടറിനെ കൂടെ മിക്സ് ചെയ്ത് എയർ വാട്ടർ മിക്സ്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് അല്ലെ, വാട്ടർ ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഒരു എയർ ലിഫ്റ്റ് പമ്പിന്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു നാലാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് പമ്പുകളെ കുറിച്ചോ അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചോ അതിന്റെ ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. അതിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോഗേറ്റിംഗ് പമ്പുമാണ്. അതോടൊപ്പം അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലെ മറ്റ് പമ്പുകൾ, ജെറ്റ് പമ്പ്, പ്രൊപ്പല്ലർ പമ്പ്, എയർലിഫ്റ്റ് പമ്പ് അടക്കമുള്ള കാര്യങ്ങളും കൂടെ നീറ്റായിട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുന്നതോടുകൂടി നാലാമത്തെ മൊഡ്യൂൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ സീരിയസ്നെസ്സോട് കൂടി തന്നെ എക്സാമിന് നോക്കി കാണുക.
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോസ് ആക്കിയിട്ട് സെഷൻസ് ആക്കിയിട്ടാണ് ഓരോ മൊഡ്യൂൾസും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ നീറ്റായിട്ട് പഠിച്ച് തന്നെ എക്സാമിന് ഡീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.